ഹായ് ഫ്രണ്ട്സ്, സാപ്പിനി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏകദേശം 15ഓളം സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്നത് ഇന്ന് ജനുവരി മാസം 31-ാം തീയതിയാണ്. ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ്. അതുകൂടാതെ മാർക്കോ എന്ന് പറയുന്ന മലയാള സിനിമയുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏകദേശം 14ഓളം റിലീസുകളാണ് ഇന്ന് ഒരു ദിവസം റിലീസ് ചെയ്തിട്ടുള്ളത്. OTT റിലീസ് പൂരം തന്നെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ജനുവരി മാസം 31-ാം തീയതിയിലെ OTT റിലീസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ബാഡ് ജീനിയസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷയിലായിട്ട് ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ബലോട്ട എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സ്പാനിഷ് മൂവിയാണ്. സ്പാനിഷ് ഡ്രാമ ഫാമിലി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ലൂക്കാസ് വേൾഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് സ്പാനിഷ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്പാനിഷ് മൂവിയാണ്. ക്യൂർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് സ്പാനിഷ് ജർമ്മൻ ഫ്രഞ്ച് ഭാഷകളായിട്ട് മുബി OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി സീരീസ് ആണ്. ദ സീക്രട്സ് ഓഫ് ദ ഷിലേദാസ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഒരു അഡ്വഞ്ചർ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, മറാഠി, ബംഗാളി ഭാഷകളായിട്ട് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സീരീസ് 6 എപ്പിസോഡുകളാണുള്ളത്. ഈ ഒരു സീരീസിന്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. ഒരു കോമഡി ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവി ധൂം ധാം എന്ന് പറയുന്ന സിനിമ. തെലുങ്ക് സിനിമ ആമസോൺ പ്രൈം വഴിയാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. ബയോസ്കോപ്പ് ദ സ്റ്റോറി ഓഫ് ദ സ്റ്റോറി എന്ന് പറഞ്ഞൊരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവി കൂടി റിലീസ് ചെയ്തിട്ടുണ്ട്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു കൊറിയൻ മൂവിയാണ്. കൊറിയൻ ആക്ഷൻ ക്രൈം ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് അസുരഡോ എന്ന് പറഞ്ഞ സിനിമ. ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോം വഴി കൊറിയൻ ഭാഷ കൂടാതെ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്ത മലയാളത്തിൽ റിലീസ് ചെയ്ത റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഓശാന എന്ന് പറഞ്ഞ സിനിമ. ധ്യാൻ ശ്രീനിവാസ ഒരു ഗസ്റ്റ് റോളിൽ വന്ന സിനിമയാണ്. ആമസോൺ പ്രൈമും മനോരമ മാക്സ് ഈ 2 OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് അജു വർഗീസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്. സ്വർഗം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത അശോക് സെല്ലം പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് എമക്ക് തൊഴിൽ റൊമാൻസ് പറഞ്ഞ സിനിമ. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴി ഇന്ത്യക്ക് പുറത്തായിട്ട് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. കോഫി വിത്ത് എ കില്ലർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തത് സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു ത്രില്ലർ മൂവിയാണ്. മലയാള സിനിമയാണ്. പാർട്ട്നേഴ്സ് പറഞ്ഞ സിനിമ. ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ത്രില്ലർ മൂവി ഇപ്പോൾ മുതൽ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി അവൈലബിൾ ആണ്. അടുത്ത സിനിമ എന്നുള്ളത് നമ്മുടെ ടൊവിനോ തോമസ്, തൃഷ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഐഡന്റിറ്റി എന്ന് പറഞ്ഞ സിനിമ. C5 വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. മലയാള ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ C5 റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളാണ്. അപ്പോൾ 14ഓളം സിനിമകളാണ് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ജനുവരി മാസം 31-ന് റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി നമുക്ക് മാർക്കോ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് നോക്കാം. മലയാളത്തിൽ നിന്ന് വന്ന ഒരു മോസ്റ്റ് വയലന്റ് മൂവി ആയിരുന്നു. ടിക്കറ്റ് കിട്ടിയ സിനിമയായിരുന്നു മാർക്കോ എന്ന് പറഞ്ഞ സിനിമ. ഉണ്ണിമുകുന്ദൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സോണി ലീവ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ സോണി ലീവിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഒഫീഷ്യൽ ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. ഫെബ്രുവരി മാസം 14-ാം തീയതിയാണ് ഈ സിനിമ ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ടാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഹിന്ദി ഭാഷ മിക്കവാറും നെറ്റ്ഫ്ലിക്സ് വഴി വരാനായിരിക്കും ചാൻസ് ഉള്ളത്. എന്തായാലും അതിന്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് കട്ട് ചെയ്ത വേഷം, അതായത് പിന്നെ എക്സ്റ്റെൻഡഡ് വേഷം മറ്റു കാര്യങ്ങളൊക്കെ വരുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.